നമസ്കാരം, വെൽക്കം ടു സാലിനീസ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന പൂവാണ് റോസ്. കളർ പേപ്പർ കൊണ്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്, കളർ ഷീറ്റ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം അതേപോലെ ഉല്ലനാണ്, പിന്നെ കമ്പി, അതിനുള്ള കമ്പിയാണ്, പിന്നെ ഗമ്മാണ്, അതേപോലെ ടേപ്പ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളിത് മടക്കിയെടുക്കണം. ഇത്ര വീതിക്ക് മടക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഈ രീതിയിൽ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയ്ക്ക് കട്ടാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് അളവെടുത്തിട്ടൊക്കെ കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് കട്ടാക്കി എടുക്കുന്നത്, റൗണ്ടായിട്ട്. അപ്പോൾ ഈ 4 മൂല വെച്ച് നമുക്ക് കട്ടാക്കിയാൽ അത് റൗണ്ട് സൈഡിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്, ഈ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗമ്മിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഈ രീതിയിൽ കട്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഇതേ രീതിയിൽ കട്ടാക്കി എടുക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇത് ഗമ്മിട്ട് കൊടുക്കണം. അപ്പം ഇതേപോലെ ഗമ്മ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ നൂല് വെച്ച് ഒട്ടിക്കണം. അപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പം ഈ രീതിയിൽ ഒട്ടിക്കുകയാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ എല്ലാം ഈ രീതിയിൽ നമ്മളിപ്പോൾ ഒട്ടിച്ചെടുക്കണം. കാണിച്ചു തരാം. ആദ്യം നമ്മളിത് മടക്കിയെടുക്കണം. ഇത്ര വീതിക്ക് മടക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഈ രീതിയിൽ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയ്ക്ക് കട്ടാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് അളവെടുത്തിട്ടൊക്കെ കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് കട്ടാക്കി എടുക്കുന്നത്, റൗണ്ടായിട്ട്. അപ്പോൾ ഈ 4 മൂല വെച്ച് നമുക്ക് കട്ടാക്കിയാൽ അത് റൗണ്ട് സൈഡിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്, ഈ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗമ്മിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഈ രീതിയിൽ കട്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഇതേ രീതിയിൽ കട്ടാക്കി എടുക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇത് ഗമ്മിട്ട് കൊടുക്കണം. അപ്പം ഇതേപോലെ ഗമ്മ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ നൂല് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പം ഈ രീതിയിൽ ഒട്ടിക്കുകയാണ് അതിൻ്റെ മുകളിൽ.
വെള്ളം ഈ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്, കളർ ഷീറ്റ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം അതേപോലെ ഉല്ലനാണ്, പിന്നെ കമ്പി, അതിനുള്ള കമ്പിയാണ്, പിന്നെ ഗമ്മാണ്, പിന്നെ അതേപോലെ ടേപ്പ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളിത് മടക്കിയെടുക്കണം. ഇത്ര വീതിക്ക് മടക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഈ രീതിയിൽ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയ്ക്ക് കട്ടാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് അളവെടുത്തിട്ടൊക്കെ കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് കട്ടാക്കി എടുക്കുന്നത്, റൗണ്ടായിട്ട്. അപ്പോൾ ഈ 4 മൂല വെച്ച് നമുക്ക് കട്ടാക്കിയാൽ അത് റൗണ്ട് സൈഡിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്, ഈ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗമ്മിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഈ രീതിയിൽ കട്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഇതേ രീതിയിൽ കട്ടാക്കി എടുക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇത് ഗമ്മിട്ട് കൊടുക്കണം. അപ്പം ഇതേപോലെ ഗമ്മ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ നൂല് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പം ഈ രീതിയിൽ ഒട്ടിക്കുകയാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ എല്ലാം ഈ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒട്ടിച്ചിരിക്കുകയാണ്. ഈ രീതി എല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ഗമ്മിട്ട് കൊടുക്കുക സൈഡിൽ. അത് പിന്നെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ ഇവിടെ ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കുക. എല്ലാം ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കണം. കുറച്ച് നേരം ഇത് ഉണങ്ങണേ. ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഗമ്മ്. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതേപോലെ തിരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇവിടെ കുറച്ച് ഉണങ്ങണം, ഇത് കുറച്ച് സമയം കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ എല്ലാം ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പം 1 2 3 4 ഇനി 3 ഇനി 2 അങ്ങനെ ഒരെണ്ണം, അതേപോലെ എല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ടാണ് ഇത് പൂവാക്കി എടുക്കേണ്ടത്. ഇത് കുറച്ച് ഉണങ്ങാൻ വിടണം. അപ്പോൾ ഇഞ്ഞൊരെണ്ണം കൂടി കയറുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം വയ്ക്കുക, കുറച്ച് ഉണങ്ങണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട 3 ഇതളാണ്. അപ്പോൾ അതിലിപ്പോൾ 4 ആയി. ഇപ്പോൾ 3 എടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലെ ഒട്ടിച്ച് കൊടുക്കുക സൈഡിൽ. ഇത് 3 ആയി. ഇത് കഴിഞ്ഞിട്ട് അതേപോലെ ഇതും തിരിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക.
കുറച്ചേരം കൂടെ പിടിക്കുക. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് 3 ഇതളാണ്. ഇതും അതേപോലെ ഉണങ്ങാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടെണ്ണം വെച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒരെണ്ണത്തിൻ്റെ നടുവ് കഷ്ണം വെക്കുക. ഈ രീതി. അത് നമ്മൾ തിരിച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ നൂലുള്ള ഭാഗം നമുക്ക് പുറത്തോട്ട് വരണം. ഇത് ഇതേപോലെ ഒട്ടിക്കുക. ഈ രീതി ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിൻ്റെ നടുക്ക്, ഇപ്പോൾ ഇത് ഉണങ്ങി, ഇതിൻ്റെ നടുക്ക് നമ്മൾ ഗമ്മിട്ട് കൊടുക്കുക. ഇതിൻ്റെ നടുക്ക് ഗമ്മിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ നടുക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിൻ്റെ നടുക്ക്. ഇത്രയായി. അപ്പം അതിൻ്റെ നടുക്കാണ് ഈ മുട്ടിൻ്റെ പോലെ ലാസ്റ്റ് വരുമ്പോൾ അതിനൊരു മുട്ട് പോലെ കാണുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ണമാക്കി വെച്ചിരിക്കുന്നത് നേരത്തെ. അപ്പോൾ അത് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കാണും ഇതിൻ്റെ അകത്ത് മുട്ട് പോലെ. ഇത് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഗമ്മിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് നമുക്ക് ഇതിൽ ഒന്ന് മടക്കി കൊടുക്കുക. താഴെ ഭാഗത്ത് ഈ രീതി മടക്കി കൊടുക്കണം. അപ്പോൾ അത് കാണാൻ നല്ല ഉണ്ടാവും. നമുക്ക് റോസിൻ്റെ ഡിസൈൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കുറച്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതിങ്ങനെയാണ് മടക്കി കൊടുക്കുമ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടാവും. ഈ രീതിയെല്ലാം ചെയ്യുക. ഇതിപ്പോൾ ഇതിന് മുകളിൽ ഓറഞ്ച് നൂലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഉള്ളതിൻ്റെ. അത് ഇതിൽ കാണാൻ പറ്റില്ല. ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കമ്പി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് കമ്പി ആണ്. അതിൻ്റെ ഒരു കഷ്ണം കമ്പി എടുത്തിട്ട് നമ്മൾ കട്ടാക്കി കൊടുക്കുക. ഇത് ഒരെണ്ണം ആകുമ്പോൾ കട്ടി കിട്ടില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് മടക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടി കിട്ടും നമുക്ക്. എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടി ഇതിനെ ഇറക്കുക താഴത്ത്. എന്നിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ തുമ്പ് ഒന്ന് ഇവിടെ മടക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് താഴോട്ട് ഊർന്ന് വരും. ഇത് ഊർന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ടേപ്പ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുക. അങ്ങനെ ടേപ്പ് ചുറ്റിയപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനിപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എല്ലാ കളറിലും ഉണ്ട് ഇത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാൻ നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ടാണ് ചെയ്തത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.